നമസ്കാരം 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 നമസ്കാരം. ഞങ്ങള് ചാനലിൽ നിന്ന് ക്യാമറ കവർ ചെയ്യാൻ വന്നവരാണ്. നന്നായി ഇപ്പൊ വന്നത്. എന്റെ ചെറുക്കൻ കണ്ടതുണ്ട്. എന്ത് നിങ്ങളുടെ കവറേ അത് നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. എന്താ ചെയ്യാത്തത്? എന്നാ ചെയ്തു. ചന്ദ്ര എന്നെ തിളച്ചായിരുന്നോടാ? ആ പുള്ളിയെ പിടിച്ചാൽ മുക്കടോ അതിനകത്ത്. 62ാം സംസ്ഥാന കലോത്സവമാണ് നടക്കാൻ പോകുന്നത്. കലോത്സവ വേദിയുടെ കുശിനിപ്പരയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ പ്രശസ്ത പാചകൻ പുരയിടം നമ്മുടെ കൂടെ ഉണ്ട്. പുതിയിടം നമ്മുടെ കൂടെ ഉണ്ട്. വിഭവസമൃദ്ധമായ സദ്യയാണ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പഴയിടം വളരെ സമൃദ്ധമായ സദ്യ കൊടുത്തെങ്കിൽ ഇപ്രാവശ്യം പുതിയിടം നോൺ വെജ് ഉൾപ്പെടെ ഭക്ഷണമാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ? കുട്ടികളെല്ലാം കഴിക്കാൻ ആകാംക്ഷയോടുകൂടിയിരിക്കുകയാണ്. പുതിയിടത്തിന്റെ ഭക്ഷണം എല്ലാവരും കഴിക്കട്ടെ. മത്സരാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഒരു അറിയിപ്പുണ്ട്. വേദി നമ്പർ 14 മോണോ ആക്ട് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ചെസ് നമ്പർ കിട്ടിയവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരുക. ഒരു രക്ഷിതാവും വിദ്യാർത്ഥിയും വരുന്നുണ്ട്. നമുക്ക് അവരോട് വിശേഷം ചോദിക്കാം. ഒരു നിമിഷം നിൽക്കണേ. എന്താണ് കുട്ടിയുടെ പേര്? സുമേഷ്. കുട്ടി ഏത് വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്? മോണോയ്ക്ക്. എന്താണ് അതിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം? ഞാൻ പറയാം, ഞാൻ അച്ഛനാണ്. എന്റെ മോനെ എന്നെ ഫസ്റ്റ് കിട്ടും. അവൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പള്ളിയുടെ വാഴക്കുല. പൗലോസ് അമ്പലത്തിൽ പോകത്തില്ല, പള്ളിയിലല്ലേ പോകുള്ളൂ. അതല്ല, അച്ഛന് തെറ്റിപ്പോയതാ. വൈലോപ്പള്ളിയുടെ വാഴക്കുല എന്നാണ്. എന്റെ പൊന്നു കുഞ്ഞെ, നീ മോണാക്ടിന് മത്സരിക്കാൻ പോവല്ലേ? നിനക്ക് A ഗ്രേഡ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. നീ ചിന്തിച്ച് പറ, വൈലോപ്പള്ളിയുടെ എന്നെയാണോ വാഴക്കൊല? ഒന്ന് ചിന്തിച്ചേ. അയ്യോ, ഒരുപാട് ചിന്തിച്ച് പേരിൽ പോലും ചിന്തയുള്ള ഒരാളാ ഇത് പറഞ്ഞു തന്നത്. ഡോക്ടറേറ്റ് വരെ കിട്ടിയിട്ടുണ്ടെന്നേ. ഇത് പ്രബന്ധം അവതരിപ്പിച്ചതിന് കിട്ടിയിട്ടുണ്ട്. എന്ത് പ്രബന്ധം അവതരിപ്പിച്ചേന്? മണ്ടരി ബാച്ച് തെങ്ങിനെ എങ്ങനെ രക്ഷപ്പെടുത്താം? എങ്ങനെ രക്ഷപ്പെടുത്താം? എന്റെ പൊന്നും, ഇത് ആരും പ്രതീക്ഷിച്ചില്ല സാധനം. അതിന്റെ മണ്ടാങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. ഇത് നമ്മൾ അറിയണം. അവർ ഈ പ്രബന്ധം അവതരിപ്പിച്ചപ്പോഴല്ലേ സാധാരണ ജനങ്ങൾ അറിയുന്നത്. എന്റെ വീട്ടിൽ 4-5 തെങ്ങോട്ട് നീ അങ്ങനെ ചെയ്താൽ മതിയല്ലോ. പിന്നെ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക. മത്സരാർത്ഥികൾ മാത്രമല്ല, രക്ഷിതാക്കളും മറ്റ് സ്റ്റാഫുകളും ശ്രദ്ധിക്കുക. ഉച്ചഭക്ഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയിടത്തിന്റെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ചിക്കൻ ബിരിയാണി കഴിക്കുവാനുള്ളവർ ദയവ് ചെയ്ത് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദിക്ക് സമീപത്തുള്ള ഊട്ടുപുരയിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പുതിയിടം എത്ര പ്രാവശ്യം മൈക്കി പറഞ്ഞല്ലേ? വർക്ക് കയറി കൊള്ളും കേട്ടോ. എന്നാണ് രണ്ടു പെമ്പിള്ളേർ നമ്മൾ കൊടുത്ത് അറിയാനൊക്കെ ആയിട്ട് ഇടേ വർക്ക് കയറി കൊണ്ട് വർക്ക് കുറയും. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഭക്ഷണശേഷം വേദികളിൽ മത്സരാർത്ഥികൾ എത്തിച്ചേർന്നിട്ടില്ല. മത്സരാർത്ഥികൾ എത്തിച്ചേർന്നിരിക്കുന്ന വേദികളിൽ ജഡ്ജസ് എത്തിച്ചേർന്നിട്ടില്ല. ജഡ്ജസ് എത്തിച്ചേർന്നിരിക്കുന്ന വേദികളിൽ പ്രേക്ഷകരില്ല. അതുകൊണ്ട് പ്രേക്ഷകരും മത്സരാർത്ഥികളും ജഡ്ജസിനും എത്രയും പെട്ടെന്ന് വേദികളിൽ എത്തിച്ചേർണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചോണോ. ജഡ്ജസ് എത്തിയിട്ടില്ലെന്നാ ഞാൻ ചെന്നിരിക്കണോന്നാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ പറ്റേ എല്ലാ വള്ളിയും കയറി പിടിച്ചോളൂ.